നമസ്കാരം. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരെ എന്നറിയില്ലേ, നിങ്ങളീ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും 4 യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. പ്രാണസഖി നന്നായറിയാം ഞാൻ നാട്ടിലമീറാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉമറുബിനുൽ അബ്ദുലസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവീൻ. അമവിയ രാജകുമാരൻ സുഖലോനുപരാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലു പെണ്ണേ, ഉമർ ഖലീഫ താമസമെവിടെ. ഒരു കാര്യം അവരോടോതാൻ, തങ്ങളുടെ വീടെവിടെ. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീ. ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടേതോ സുബ്ഹാനല്ലാഹ്. ഇതുപോലെ വേറൊരു കുടിലും നാട്ടിലുമില്ലല്ല. ഇതുപോലെ നിരവധി നിസ്തുല മാതൃക കാട്ടിയ ജനസേവകനാം ഇബ്നുൽ അസീസ് റഈസു സഈദിൻ സോദരരേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരെ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും 4 യാചകനായെന്നോ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ. ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാരെ എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും 4 യാചകനായെന്നോ. അസ്സലാമു അലൈക്കും. താങ്ക് യു സോ മച്ച്.